ഹലോ മാഡം. ഹായ്. ഹായ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? മേലോട്ടൊരുത്തം കയറി പോരുന്നു. അവനോട് അവന്തിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നടപടിയാവൂ? അവരാരും അയാ മതിയായിരുന്നു. ആയാ മതിയായിരുന്നു. അതെ അതെ. അമ്മാവോടെ പോയി? അമ്മ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. എടാ വേഗം അവനെ വിളിച്ച് പോവാൻ നോക്കി കറങ്ങി തിരിഞ്ഞു നടക്കാണ്ട്. അമ്മാവയുടെ സീനല്ലേ? അമ്മാവന്റെ സീനാ? അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടിനൊന്നും അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോകുന്നു. എടാ ഇപ്പൊ തന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞെന്നും പറഞ്ഞ അമ്മാവൻ ആകെ പ്രഷറിലാണ്. ഈ ആൾക്കാർ പറയാൻ കാരണക്കാരാരാണ്? പറ, ആരാണ്? നിങ്ങൾ. ഞങ്ങളല്ല, നിങ്ങളാണ്. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നിങ്ങൾ വരുന്നതിന്? ഞങ്ങൾ വരുന്നതിന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്തിന് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്ന? ഇല്ല. ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കില്ലായിരുന്നു. മനസ്സിലായ? പുറത്ത് എവിടെയും വെച്ച് കണ്ടാൽ പോരായിരുന്ന? അത് പറയണമായിരുന്നു. ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന കാര്യങ്ങളാണോ? ആണോ? ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. എന്താണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പിനകത്തുള്ള നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? എന്ത് തീരുമാനമാണ്? നീ ചുമ്മാ എന്നിട്ട് പൊട്ടം കളിപ്പിക്കരുത് കേട്ടാ. ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ജീവിതം അങ്ങനെയാണെന്നൊന്നും തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഈയിടെ എനിക്ക് നിന്നോട് ലവ് ഒന്നും പറ്റില്ല. പറ്റാത്ത കാര്യം എന്ത്? വേറെ റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അസുഖം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു അസുഖമില്ല. പിന്നെ എന്താണ് ഇഷ്ടം തോന്നാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. എടാ അങ്ങനെ ഇഷ്ടമില്ലായിക്കൊന്നുമില്ല. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അത് ജനറൽ ആയിട്ടുള്ള ഇഷ്ടമല്ലേ? ഞാൻ ചോദിക്കണം അതല്ല. എന്നോട് മാത്രമായിട്ടുള്ള ഇഷ്ടം, മൊത്തം ഇഷ്ടം എന്നോട് മാത്രം. ഐ ഹേറ്റ് ലവ് പവി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ലവ് എന്ന് പറഞ്ഞ ഫാക്ടർ ഒന്നും പറ്റത്തില്ല. പൊന്നു ചാരു, നിന്റെ ലൈഫിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. അത് നീ വിട്ടുകള. ഞാൻ പറയട്ടെ, ഒരാളെ പോലെ അല്ല ബാക്കിയുള്ളവരെല്ലാം. അത് നീ മനസ്സിലാക്കിക്കോ. എനിക്കങ്ങനെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര നീറ്റാ. പിന്നെ എന്താണ് നിന്റെ വിഷയം എന്നുള്ളതെന്ന് പറയണേ. എൻ്റെ ലൈഫ് ഇത് കാരണം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നീ പറഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എടാ പവി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, നിന്നെ കാണാൻ ഇഷ്ടമാണ്, നിന്റെ ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യണം എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഇത് നീ വിചാരിക്കണ പോലത്തെ ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ പ്രശ്നം. ഇതിനകത്ത് ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു ക്വാളിറ്റീസ് തന്നെ അല്ലേ ഒരു പാർട്ട്ണർ വേറൊരാൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഈ ഇഷ്ടം തന്നെയാണ് മറ്റിഷ്ടവും. എൻ്റെ പൊന്നു പവി, എന്നെ ഇങ്ങനെ സ്ട്രെസ്ഡ് ആക്കല്ലേ പ്ലീസ്. എന്നെ ചിന്തിപ്പിക്കരുത്. എനിക്ക് ആകെ പ്രാന്ത് പിടിക്കണം. ശരി, ഞാൻ സ്ട്രെസ്ഡ് ആക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം നീ മനസ്സിലായിരിക്കും. നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ലെന്നുള്ള കാര്യം വേറെ മാറ്റി വെക്കാം നമുക്ക്. എനിക്ക് നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അത് മരണം വരെ അങ്ങനെ തന്നെ കാണും. നീ എന്തിനാ മരണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? നിനക്ക് തലയ്ക്ക് ഓളാണോ? എൻ്റെ തലയ്ക്ക് ഓളമാണ്. നീ ഉണ്ടാക്കി തന്ന ഓളം അത് തന്നെ.